Hey Bloomies, welcome back to my YouTube channel. അപ്പോൾ ഇന്നാണ് എൻ്റെ കോളേജിൽ ഓണപരിപാടി. നമുക്ക് അവിടെ 10:30 എത്തണം. ഇപ്പോൾ തന്നെ 9:30 ഇനി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അമ്പലപ്പുഴ പോയിട്ടാണ് ഒരുങ്ങാൻ, കാരണം എൻ്റെ ഡ്രസ്സൊക്കെ അവിടെയാണ്, ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ എല്ലാം ഇതിനകത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മളവിടെ പോവും. അവിടെ ചെന്നിട്ട് എനിക്ക് ഒരുങ്ങാൻ വീഡിയോ എടുക്കാൻ പറ്റണേന്നാണ് എൻ്റെ പ്രാർത്ഥന, കാരണം അവിടെ പിള്ളേരൊക്കെ ഉള്ള കാരണം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ശരിക്കും 9:15 ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ നോക്കാതെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ്റെ ബർത്ത്ഡേയും ഉപ്പൻ്റെ അമ്മൂമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കൂടാണ്. അപ്പോൾ ഞാനടുത്ത് കുഞ്ഞിക്കുട്ടിന് എന്തെങ്കിലും ഒരു മിഠായെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവനത് കാണും. അതുകൊണ്ട് ഞാൻ കടയിൽ കയറി അതിനേതായാലും മഞ്ചെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് അവിടെയും കൂടെ കയറണം. സോ നമുക്ക് സമയമില്ല, വേഗം ചെയ്യും. നമ്മൾ മഞ്ചൊക്കെ വാങ്ങിച്ചപ്പോൾ നമുക്കിനി വേഗം ഓട്ടോ കയറി അവിടെ എത്തണം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ എന്നുകൊണ്ട് ഇവിടെ നിറച്ച് വണ്ടിയാണ്, അല്ലാതെ ഇപ്പോൾ ഇവിടെ വണ്ടി പോലും ഇല്ല. എപ്പോഴും ഇങ്ങനെയാണ്. ഗായ്സ്, ഇതെൻ്റെ മാംസനാണ്. ഞാൻ മാംസൻ്റെ ഓട്ടോയിലാണ് അമ്പലപ്പുഴയിലോട്ട് പോകുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ആദൂട്ടനും ഓണപ്പരിപാടിയാണ് സ്കൂളിലപ്പം ഇവനിവിടെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ബസ് വന്നില്ലടാ നിൻ്റെ? ഹാപ്പി ഓണം. ഡ്രസ്സ് കൊള്ളാമോ ചോദിക്ക്? കുഞ്ഞിക്കുട്ടി ബ്ലോഗൊന്നും എടുക്കുന്നില്ലേ? നമ്മുടെ വേറൊരു ബ്ലോഗറാണ് ഇത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ബസ് വരുന്ന സമയമൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ ബസ്സിലാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം അമ്പലപ്പുഴ. ബാക്കിന് ബസ് വരെ കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ 10:30 കഴിഞ്ഞ് 11 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ ബസ്സൊന്നും വന്നിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. എൻ്റെ കൺമുന്നിൽ കൂടെ ഒരു ബസ് പോയി, പക്ഷേ എനിക്കതിനകത്ത് കയറാൻ പറ്റില്ല അവൾ വരാതെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കോളേജ് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ അഭിരാമി ഉണ്ട്. അഭിരാമി എൻ്റെ കൂടെ വന്നതാണ്. ഇവിടെ അശ്വതി ഉണ്ട്. ഇവിടെ അഭിരാജ്, അഭിമന്യു എല്ലാവരും ഉണ്ട്. അഭിരാമി എല്ലാവരും ഉണ്ട്. നമ്മൾ സദ്യ നീയല്ലേ മെയിൻ ചിപ്സ്. നമുക്കിനി ഫോട്ടോസ് എടുക്കണം, പിന്നെ സദ്യ കഴിക്കാൻ പോകണം. അതിനാണ് വന്നത്. ഗൈസ്, നമ്മളപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അത്തത്തിൻ്റെ മത്സരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത്തം കാണാൻ വന്നേക്കുവാണ്. ഇവിടെ അത്തപ്പൂവിൻ്റെ നല്ല മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഫസ്റ്റ് കിട്ടി. ഗൈസ്, അഭിരാമിയുടെ ഫോൺ അഭിരാജ് വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഐഫോൺ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് തപ്പി നടക്കുകയാണ്. അഭിരാജിനെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ അവൻ അവിടെ ഒന്ന് സെൽഫി എടുക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഐഫോണായിട്ട് അഭിരാമിയുടെ മാത്രമേ ഉള്ളൂ. അത് കാരണം നമ്മളിപ്പോൾ അത് നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണില്ല. അഭിരാജും ടീമോടും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തളർന്നു ഗൈസ്. അത് കാരണം ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് നേരെ വെള്ളവും പേടയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എങ്ങനെ പോകുന്നു നമ്മുടെ ഓണാഘോഷം? എങ്ങനെ ഗൈസ്, ഇപ്പോൾ 1:30 1 മണിക്ക് ഇവിടെ സദ്യ വിളമ്പോന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഉറിയടിക്കുന്ന സ്ഥലത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോൾ ഇപ്പോൾ 1:30. അപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ഫസ്റ്റ് ഇയേഴ്സിനാണ് ആദ്യം കൊടുക്കുന്നതെന്ന്. അത് കാരണം ഞങ്ങളിങ്ങോട്ട് മാറിയിരുന്നു.
അല്ലെങ്കിൽ ഇവിടെ വിളമ്പാൻ വിളിക്കും. പണിയെടുക്കാനൊന്നും വയ്യ, അത് കാരണം ഞങ്ങൾ കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്നു. ഞാനും അശ്വതിയുണ്ട്. അഭിരാമിക്ക് സ്റ്റെപ്പിപ്പോഴേ കയറാൻ വയ്യ, അത് കാരണം സദ്യ വിളമ്പുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. ഗൈസ് ഇപ്പോഴങ്ങ് സദ്യ വിളമ്പത്തില്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ ആദിത്യ എല്ലാവരുമായിട്ടാണ് ഇരിക്കുന്നത്. ആദിത്യ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ +2 തൊട്ട് പഠിക്കുന്നതാണ്, +1 തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ് അവളുടെ ഒരു പരാതി. അത് കാരണം ഞാനിപ്പോൾ അവളുടെ കൂടെ തന്നെ നടക്കാമെന്ന് വെച്ചു. എന്നിട്ട് അവൾ പറയുന്നത് ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവളുടെ കൂടെ ഞാൻ നടക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഇപ്പോൾ സദ്യ കഴിക്കാൻ വന്നിരിക്കുവാണ്. ഇപ്പോൾ കറിയെല്ലാം തീരും, അത് കാരണം വേഗം കഴിക്കാം. അതെ, എല്ലാവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. വീഡിയോയാ കീറിയല്ലേ കിട്ടി. അപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കറികൾ. പക്ഷേ ഫുള്ളൊന്നും കിട്ടിയില്ല, ഞങ്ങൾ അവസാനമാണ് പോയത്. പിന്നെ എനിക്കാണ് ആദ്യം എല്ലാം കിട്ടിയത്, അവൾമാർക്കൊന്നും ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ പായസം കഴിച്ചു, പിന്നെ മോരും കഴിച്ച് ആ സദ്യ അങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞിപ്പോൾ വയറ് നിറഞ്ഞു. ഇനി ഉറക്കം വരുന്നുണ്ട്. ഉച്ച കഴിയുമ്പോൾ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, അത് കാരണം നമ്മളിവിടെ നിൽക്കണം. പരിപാടിക്ക് പൈസ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പരിപാടിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടേ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ ഈ വർഷത്തെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ബസ് കിട്ടി. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.